രാജ്യവ്യാപകമായ ഒരു വലിയ പ്രക്ഷോഭത്തിന് അണിയറയിൽ നീക്കം തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കണ്ടതുപോലെ പൗരത്വ ഭേദഗതി സമരം പോലെ, ഇല്ലെങ്കിൽ അഗ്നിപൂർ സമരം പോലെ, ഇല്ലെങ്കിൽ കർഷക സമരത്തിനേക്കാൾ അപ്പുറത്തേക്ക് വലിയൊരു സമരം മുഖം തുറക്കാനാണ് രാജ്യവ്യാപകമായി പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളും ഒപ്പം തന്നെ മുസ്ലിം സംഘടനകളും ഒരുങ്ങുന്നത്. അതായത് വഖഫ് ബോർഡിൻ്റെ നിയമത്തിനെതിരെയാണ് ഒരു വലിയ സമരം അണിയറയിൽ പ്ലാൻ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി പ്ലാൻ ചെയ്യുന്ന ഒരു സമരമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് സൽമാൻ ഖുർഷിദിയും അതുപോലെ മധ്യപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് സഞ്ജയ് സിംഗ് ഒക്കെ പറഞ്ഞത് ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യം ഇന്ത്യയിൽ വരുമെന്നും മോഡിയുടെ വീടാക്രമിക്കപ്പെടുമെന്നും ഈ രാജ്യത്തു നിന്നും ഭരണാധികാരികൾ പോകും, അതായത് ബംഗ്ലാദേശിൽ എന്താണോ ഇപ്പോൾ നടക്കുന്നത് അത് ഇന്ത്യയിൽ വരാനധികം സമയമില്ല, മുകൾത്തട്ടിൽ ശാന്തമാണെങ്കിലും അടിത്തട്ടിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അതിനിടയിലാണ് ഒരു വലിയ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് വരും എന്നുള്ള സൂചനകൾ എന്നല്ല വ്യക്തമായി തന്നെ പലരും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് അത്തരമൊരു പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. ഒപ്പം തന്നെ വിവിധ മുസ്ലിം പാർട്ടികളും സംഘടനകളും ഒക്കെ അതിന് ആഹ്വാനം നൽകി മുൻപോട്ട് പോകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരു വലിയ പ്രക്ഷോഭത്തിനായിരിക്കും വരും നാളുകളിൽ രാജ്യം സാക്ഷ്യം വഹിക്കപ്പെടുക എന്നൊരു സൂചനയും വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.